ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ട്രൂ ഫീലിങ്സ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ നോക്കാം. അവരുടെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം. കിങ് ഓഫ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തുമാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫിനാൻസ് സംബന്ധമായ പ്രശ്നമാണ് നമുക്ക്, അതായത് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് കാർഡ് പറയുന്നത് കേട്ടോ. അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അതിൽ കുറച്ച് പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടും നേരിടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നൊരവസ്ഥയാണ്. അവർ നല്ലൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണുന്നത്. പഴയ ഓർമ്മകൾ അവരെ വല്ലാതെ, അവരെന്ത് ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ശരി, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിന് യാതൊരു കുറവുമില്ല. അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. പഴയ ഓർമ്മകൾ അവരിങ്ങനെ വേട്ടയാടുന്നത് പോലെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. അത്രയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ വ്യക്തിയുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവർക്ക് വീണ്ടും ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരു പുതിയൊരു തുടക്കം, ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഇതൊരു സ്റ്റേബിൾ ആവണം, സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അതാണ് ആൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതാണ് ആൾ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട് ആൾക്ക് എല്ലാം എന്താ പറയുക, പഴയതുപോലെ, അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻസ് സംബന്ധമായ പ്രശ്നത്തിലൊക്കെ തകർന്ന് ചിലവർക്ക് ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടാവാം, അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന സമയത്തും ആൾക്ക് നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണിത് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ആൾക്ക് എന്തോ പറ്റുന്നില്ല. നിങ്ങളെ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ആൾക്ക്, നിങ്ങളിലേക്ക് സ്റ്റേബിളായിട്ട് കണ്ടോ. പക്ഷേ ആൾ സ്റ്റക്കാണ്. ഫിനാൻസാണ് ആളെ ബുദ്ധിമുട്ടാക്കുന്നത്. ആൾക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷെ ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ആ ഒരു ഇത് ഇപ്പോഴത്തെ അവസ്ഥ മാറിക്കിട്ടാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അവർ ഉറച്ച തീരുമാനമായി നിങ്ങളിലേക്ക് തിരിച്ചു എത്തണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് അവർ നിൽക്കുന്നത് കേട്ടോ. എന്തോ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. അവരിപ്പോഴും അതിലൊരു ഉറച്ച തീരുമാനത്തിലാണ് എന്നാണ് കാണുന്നത്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു കാര്യം അവർ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് നെക്സ്റ്റ് ആക്ഷനിൽ നമുക്ക് കാണുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അവരുടെ ഓവറോൾ എനർജി എടുത്തപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് മൊത്തം നിങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അവരുടെ ജോലി സംബന്ധമായ കാര്യം, അവർക്ക് കടബാധ്യതകൾ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം
ചില സമയത്ത് പറയുകയാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവർ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടും കരിയറിനൊക്കെ ഒരു പ്രശ്നം വന്നുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെയും അതും രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ഒരു അതിലൊരു സ്റ്റെക്കാണ് ആൾ കേട്ടോ. അല്ലാതെ നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് ഫീലിങ്സ് ഉണ്ട് നല്ല രീതിയിൽ. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ട്, കവിഞ്ഞൊഴുകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രം നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു സ്റ്റെക്കായിട്ടുണ്ട് ആൾ കേട്ടോ. ഒന്നും നീങ്ങാൻ പറ്റുന്നില്ല. ആളുടെ സിറ്റുവേഷനിൽ ഒരു സ്റ്റെക്കായി കിടക്കുക ആൾ, അതുകൊണ്ടാണ്. പക്ഷെ ആൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. എന്താണോ നഷ്ടപ്പെട്ടത് അതിനൊക്കെ തിരിച്ചു പിടിക്കാൻ ആൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളെ നേടിയെടുക്കാൻ തന്നെയാണ് ആളുടെ ശ്രമം. ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ ഈ ഒരു കണക്ഷൻ പോകൂ. ഇതിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഈ ഒരു കണക്ഷൻ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. കാരണം നിങ്ങൾ അതുപോലെ നിന്ന വ്യക്തികളായിരിക്കാം. ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. അത്രയും എനർജി നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് വേണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത്. 10 of Pentaclesൻ്റെ എനർജിയാണ്. ഒരു ഫാമിലി പോലെയാണ് ആൾ നിങ്ങളെ കാണുന്നത്. ഹസ്ബൻഡ് വൈഫായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെയായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് തന്നെ ആയിരിക്കണം. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഒരു ബന്ധമായിരിക്കണം. എന്തൊക്കെയോ പേരിലായിരിക്കണം നിങ്ങൾ അകന്നിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഹസ്ബൻഡ് വൈഫായിട്ട് തന്നെയാണ് കാണുന്നത്. ആൾക്ക് അങ്ങനെ കാണാൻ പറ്റും നിങ്ങളെ. കാരണം അത്രയും ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത് ആൾക്ക്. വേറെ ആരോട് തോന്നാത്ത ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത്. പക്ഷെ ഇപ്പോൾ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അതിപ്പോൾ നിങ്ങളായാലും അങ്ങനെ തന്നെയാണ് എന്നാണ് കാണുന്നത്. നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാറ്റം വരാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയിലാണ്. നിങ്ങളായാലും നമുക്ക് കാണാൻ നല്ല രീതിയിൽ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ വ്യക്തിയുടെ ഒരു മറുപടിക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. ആ വ്യക്തിയുടെ ഒരു കോളില്ല, മെസ്സേജ് ഇല്ല, ആൾ സ്റ്റക്കായി കിടക്കുന്നു. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല ആളിപ്പോൾ എന്ത് ചെയ്യുന്നു. നിങ്ങൾ ചില സാഹചര്യത്തിൽ ചിന്തിക്കുന്നുണ്ടാവാം ആൾക്ക് നിങ്ങളോട് വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആൾക്കില്ല, അങ്ങനെയൊന്നുമില്ല, ആൾ ഹാപ്പിയാണ്, ഇപ്പോൾ നിങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ട എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആളുടെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ. അതുകൊണ്ടാണ് ആൾ സ്റ്റക്കായി കിടക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം തീരുമാനിക്കാൻ തന്നെയാണ് ആൾ വിചാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ആൾ ഫോക്കസ് ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ആൾ ചിന്തിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ആൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനാവുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും പല പ്രശ്നത്തിലും പെട്ടിരിക്കുന്നതായിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആൾക്ക് മുന്നോട്ട് തന്നെ വരാൻ തന്നെയാണ് ആളുടെ തീരുമാനം എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ചാരിയറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആൾ വരും. ഇനി എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികളെയും മറികടന്നിട്ട് ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. നെക്സ്റ്റ് ആക്ഷനാണ് ഈ കാർഡ്. ഈ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ നെക്സ്റ്റ് ആക്ഷനാണിത്. അപ്പോൾ ഇതിലേക്ക് എടുത്ത് നോക്കിയപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ചാരിയറ്റാണ്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇപ്പോൾ ആ വ്യക്തി നേരിടുന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലും കേട്ടോ, എങ്ങനെ ആയാലും ശരി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. 3 of Wands ആണ്. ആൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ചാരിയറ്റാണ്. ആൾക്ക് തിരിച്ചു വരണം. ഇനി എന്ത് പ്രതിസന്ധികളെ മറികടന്നിട്ടായാലും ശരി ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. ഇത് കണ്ടോ, മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ കണ്ടോ. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ആൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ആളുടെ മൈൻഡ് മാറുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ്. ആൾക്ക് ഭയങ്കരമായിട്ടും സാമ്പത്തിക പ്രശ്നമാണ് കാണിക്കുന്നത് കേട്ടോ. സാധാരണ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, ചിലപ്പോൾ കടബാധ്യതകൾ കൊണ്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആളുടെ ജോലിയിൽ എന്തൊക്കെയോ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് കാണുന്നത്. പക്ഷെ ആൾ ഓക്കെ ആയിട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഇത് മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചേഞ്ച് വരും. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം.
ടൈലറിങ് എം ആണ്, ലെറ്റർ എം. പത്തനംതിട്ട. പാലക്കാട്. മാരേജ് 1 ആണ് കിട്ടിയിരിക്കുന്നത്, നമ്പർ 1. റെഡ് കളർ W എന്നിട്ടിട്ടുണ്ട്. ലെറ്റർ L ആണ്. ലെറ്റർ D ആണ് വന്നിരിക്കുന്നത്. മിറാക്കിൾസ് തിരുവനന്തപുരം. പൂരം നക്ഷത്രം. പർപ്പിൾ കളർ. 11/11 നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. ഡിസംബർ 21, 40, 38 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്